നമസ്കാരം. കത്തുന്ന ചൂടിലും ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. ഇന്ന് തുറന്ന വാഹനത്തിൽ വടക്കഞ്ചേരിയിലായിരുന്നു രമ്യയുടെ പ്രചരണം. ഞങ്ങളുടെ പ്രതിനിധിയും ഇന്ന് രമ്യയ്ക്കൊപ്പം പ്രചാരണത്തിൽ പങ്കുചേർന്നിരുന്നു. രമ്യയ്ക്ക് ആലത്തൂരിൽ ലഭിക്കുന്ന ജനസ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് നേരിട്ടറിഞ്ഞ് ക്യാമറയിൽ പകർത്താനാണ് ഞങ്ങളുടെ ക്യാമറ ആലത്തൂരിൽ എത്തിയത്. തുറന്ന വാഹനം വടക്കഞ്ചേരിയിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വീടുകളിൽ നിന്നും അമ്മമാരും കുട്ടികളുമൊക്കെ ഓടി വന്ന് കൈവീശി ടാറ്റ കാണിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. ചിലയിടങ്ങളിലെല്ലാം വാഹനം നിർത്തി രമ്യയ്ക്ക് സ്വീകരണവും നൽകുന്നുണ്ട്. രമ്യേച്ചി എന്ന വിളി വലിയൊരു ഊർജ്ജമാണെന്നും സ്വന്തം വീട്ടിലെ ഒരു അംഗമായാണ് തന്നെ ആലത്തൂരുകാർ കാണുന്നതെന്നും രമ്യ മറുനാടനോട് പ്രതികരിച്ചു. വലിയ സന്തോഷമുണ്ട്. വഴിനീള അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് പോകുന്നത്. എന്നേക്കാൾ വലിയ ആവേശത്തോടു കൂടിയാണ് ഇതിൽ അമ്മമാരൊക്കെ കാത്തിരിക്കുന്നത്. വലിയ പ്രാർത്ഥനയുമാണ്. ഓരോ വഴിയിൽ കടന്നു വരുന്ന സമയത്ത് വലുതായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ആളുകളല്ലാതെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു പ്രാർത്ഥന കൂടി നമ്മളോടൊപ്പം വലിയ ആവേശമാണ്. ഇപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ പിള്ളേരെ കാണുന്ന സമയത്ത് വലിയ ആവേശത്തോടുകൂടി രമേശ് എന്ന് വളരെ അടുത്തുള്ള ആളുകളെ വിളിക്കുന്ന പോലെയാണ് പല കുട്ടികളും നമ്മളെ വിളിക്കുന്നത്. അത് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. മുതിർന്ന ആൾക്കാരാണെങ്കിലും ഭയങ്കര സ്നേഹത്തോടുകൂടി നമ്മളെ അടുത്തൊരാളുടെ പോലെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര അവർക്ക് നമ്മൾ നല്ല പരിചയമുള്ള രീതിയിലാണ് അവർ വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതാ വലിയ സന്തോഷമാണ്. ഉണ്ടല്ലോ ഷർല, അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ആവേശമാണ്. കുട്ടികളുടെ അടുത്ത് എന്താ പറയുക, ഇപ്പൊ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പഞ്ചായത്ത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഒരു ഗ്രൗണ്ട് അവിടെ മെറ്റല് കൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. കുറെ കാലം അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൂ. ചെന്ന് ആദ്യം തന്നെ ഇറങ്ങിയപ്പോ തന്നെ മെറ്റല് മാറ്റി തരുമെന്നാണ് ചോദിച്ചത്. ഞാൻ ആരോ പറഞ്ഞത് അത് വെച്ച് കഴിഞ്ഞാൽ മാറ്റി തരാൻ പറ്റും, മാറ്റി തന്നാൽ ഞങ്ങൾക്ക് കളിക്കാം എന്ന് പറയാം. അപ്പൊ അതൊക്കെ നമുക്കൊരു വലിയ സന്തോഷമാണ്. കാരണം കുട്ടികളോട് നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മൾ നൽകുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നല്ലൊരു സംതൃപ്തി. നമുക്ക് പിന്നെയും നമുക്ക് മുന്നോട്ട് പോകാൻ വലിയൊരു ഊർജ്ജമാണ്. രമ്യയെ കാത്തുനിൽക്കുന്നവരൊക്കെല്ലാം ആദ്യം ആവശ്യപ്പെടുന്നത് പാട്ടാണ്. എന്നാൽ പ്രചാരണത്തിലുടനീളം തൊണ്ടകീറി പ്രസംഗിക്കുന്നത് കൊണ്ട് ശബ്ദമൊക്കെ പോയിരിക്കുകയാണെന്നാണ് രമ്യയുടെ പ്രതികരണം. പാട്ട് പാടി സൗണ്ട് ഇല്ല, പ്രസംഗവും പാട്ടും 71 പോയിന്റാണ് ഒരു ദിവസം നമ്മൾ സംസാരിക്കുന്നത്. പടക്കം പൊട്ടിച്ചുകൊണ്ടാണ് രമ്യയെ ഓരോ ഇടങ്ങളിലും സ്വീകരിക്കുന്നത്. ഇന്നത്തെ രമ്യയുടെ പ്രചാരണ ദൃശ്യങ്ങളിലേക്ക്. നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരണം. ഈ രാജ്യത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി കടന്നു വരണം. മതേതരത്വത്തോടുകൂടി ഹിന്ദു